ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ അമേരിക്കൻ ട്രാവൽ വ്ളോഗിൽ ഞങ്ങൾ പോകുന്നത് ഇലിനോയ്സ് സ്റ്റേറ്റിലുള്ള സെയിൻറ്റ് ലൂയിസ് എന്നുള്ള സ്ഥലത്തേക്കാണ്. സെയിൻറ്റ് ലൂയിസിൽ മിസൗറി എന്നുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് മിസിസിപ്പി റിവേഴ്സിൻ്റെ സൈഡിലാണ് ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ കാണുന്ന ഗേറ്റ് വേ ആർച്ച് എന്നുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഈ ആർച്ച് ഗേറ്റ് വേ ടു ദി വെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1965 അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പോയിട്ട് നമുക്ക് ട്രാമിൽ വേണം അതിൻ്റെ ഉച്ചിയിലേക്ക് പോകാനായിട്ട്. ഈ കാണുന്നതാണ് മിസിസിപ്പി റിവർ. ഇതിൻ്റെ ബാങ്കിലാണ് മിസൗറി ഉള്ളത്. അങ്ങനെ ഞങ്ങൾ മിസൗറിയിലെത്തി. കാർ പാർക്ക് ചെയ്തിട്ട് നടന്ന് വേണം നമുക്ക് ആ ഗേറ്റ് വേ ആർച്ചിലേക്ക് പോകാനായിട്ട്. അവിടെ കാർ പാർക്കിംഗ് ഇല്ല. ഈ ഗേറ്റ് വേ ആർച്ച് സ്ഥിതി ചെയ്യുന്നത് ഒരു നാഷണൽ പാർക്കിലാണ്. ഇത് ഒരുപാട് ഏക്കേഴ്സ് പരപ്പുള്ള വലിയ വിസ്താരമുള്ള ഒരു നാഷണൽ പാർക്കാണ്. ഇവിടെയാണ് രണ്ട് സൈഡിലും രണ്ട് ലെഗും മുകളിൽ ഇങ്ങനെ ആർച്ചുമായിട്ടും വരുന്നത്. രണ്ട് സൈഡിലിരുന്നും നമുക്ക് ട്രാം ജേണി ഉണ്ട്. ഞങ്ങൾ പോയത് ലെഫ്റ്റ് സൈഡിലുള്ള ട്രാമിലാണ്. ഇത് പോയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഒരു ആർച്ച് കവർ ചെയ്യാൻ പറ്റില്ല. മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ജനലിൽ കൂടി കണ്ടിട്ട് നമുക്ക് പോയ വഴി തന്നെ നമുക്ക് റിട്ടേൺ ചെയ്യണം. അങ്ങനത്തതാണ്. ഈ ആർച്ചിൻ്റെ മുകളിൽ ചെറുതായിട്ട് അങ്ങനെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കാണുന്നത് ഗ്ലാസ് വിൻഡോസാണ്. വൺ സൈഡിൽ 16 വീതം, രണ്ട് സൈഡിലുമായിട്ട് 32 വിൻഡോസ് ഉണ്ട്. അതിൽ കൂടി നമ്മൾ മുകളിൽ പോയിട്ട് അതിൽ കൂടി നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ മുകളിൽ നിന്നുള്ള വ്യൂസിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഓരോരോ ഗ്രൂപ്പിനും ഓരോരോ ടൈം ഷെഡ്യൂൾ അവർ തന്നിട്ടുണ്ട്. ഞങ്ങൾ ആൾമോസ്റ്റ് ഇപ്പോൾ നിൽക്കുന്നത് ആ ആർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലെഗിൻ്റെ അണ്ടർഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമുക്ക് ട്രാമിൽ കയറേണ്ടത്. ഗേറ്റ് വേ ആർച്ചിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറ് വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. നല്ല ക്ലീനും നല്ല കാഴ്ചയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു സെറ്റപ്പായിരുന്നു. അവിടെ മ്യൂസിയമുണ്ട്, ചെറിയ ചെറിയ ഷോപ്സും ഉണ്ട്. നമസ്തേ. That's all I know how to say. I'm going to have to learn something else. How do you say? What brings you all to St. Louis? Just on a big tour? Or? Yeah. Oh, wonderful. Welcome, guys. Nice to have you here. I'm glad you stopped for this. You're going to love it. And it's a beautiful day for it. Thank you.
ഞങ്ങൾക്ക് ടിക്കറ്റിൻ്റെ കൂടെ ഓരോ ഗ്രൂപ്പിനും ഓരോരോ നമ്പർ കാർഡ് കിട്ടി. അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് ഒരു ഗൈഡ്, നല്ലൊരു ഗൈഡ് കിട്ടി. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗൈഡായിരുന്നു. It's easy to do. Just go to gatewayarch.com, scroll to the bottom, click on the link. We would love to see your faces up there, and how cool would it be to come back someday and see yourselves. As we enter this room, I'm going to ask everyone to find the dot on the floor that matches your boarding pass. So cars 2 and 3 are right here. This actually all started back in the 1930s. 30 years before the arch was built, President Franklin Roosevelt signed the executive order to put a monument on our riverfront. He wanted to commemorate the westward expansion of the United States. What better city for that than St. Louis? Because after the Louisiana Purchase, we became the gateway to the West for so many of the pioneers. In 1947, we held a contest to decide what kind of monument we wanted to build. 172 people entered our contest. The problem was, everybody thought it was impossible. The design had a margin of error of only 1/64 of an inch. So construction began on an absolute leap of faith, February 12, 1963. And the last piece went in on October 28, 1965. So if you're doing the math in your head, that means it took only 2.5 years to build this. Isn't that amazing? Look, I gotta tell you, I've got a neighbor who's been building a garage for longer than that. It cost $13 million back then. If anybody wants to go home and build an arch, today it's going to cost you at least $200 million. 2018 was a big year for us. We went from being Jefferson National Expansion Memorial to being Gateway Arch National Park. So you are standing in the 60th and the smallest national park in the United States. We're all ഗേറ്റ് വേ ആർച്ചിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് ലിഫ്റ്റിൻ്റെ അടുത്തേക്കാണ്. ഈ ലിഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാതിലുകളുള്ള ഒരു ലിഫ്റ്റായിരുന്നു. ഇത് ഓരോ ലിഫ്റ്റും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ആർച്ചിലാണല്ലോ കയറുന്നത്. അപ്പോൾ അത് അനുസരിച്ച് അവരിങ്ങനെ ഡിഫറെൻറ്റ് ഹൈറ്റിലാണ് അവർ വച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് കിട്ടിയത് നമ്പർ 2 ആയതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നിന്നത്. ഈ ലിഫ്റ്റ് വളരെ ചെറിയ ഒരു ഗ്ലോബ് പോലത്തെ ഒരു ലിഫ്റ്റാണ്. ഇതിൽ 5 സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ട്. നമുക്ക് കുനിഞ്ഞ് തന്നെ കയറണം, കുനിഞ്ഞ് തന്നെ ഇറങ്ങണം. അവിടെ ലിഫ്റ്റിൽ കയറിയാലും നമുക്ക് സ്ട്രൈറ്റായിട്ട് നിമ്രാനൊന്നും പറ്റില്ല. സീറ്റിൽ തന്നെ കുനിഞ്ഞ് തന്നെ ഇരിക്കണം. അങ്ങനത്തെ ഒരു ലിഫ്റ്റാണ്. ഇതാണ് അവർ ട്രാം ജേണി എന്ന് പറയുന്നത്. ഇത് ട്രാം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഞങ്ങളും തലയിൽ ഇടിയൊക്കെ കൊണ്ടിട്ടാണ് അകത്തേക്ക് കയറിയത്. എല്ലാവർക്കും ഓരോ ഇടി കിട്ടി. എൻ്റെ ചെറുമോൾ ഒഴിച്ച് എല്ലാവർക്കും ഓരോരോ ഇടി കിട്ടി. എങ്ങനെ നമ്മൾ സൂക്ഷിച്ച് കയറിയാലും തലയിൽ ഇടിക്കും. അത്രയ്ക്ക് ചെറിയ ലിഫ്റ്റായിരുന്നു. അങ്ങനെ എല്ലാവരും ലിഫ്റ്റിൽ കയറി. ഓരോരോ നമ്പർ കാർഡുള്ളവർക്ക് അത് ആ ലിഫ്റ്റിൽ കയറ്റിയിട്ട് ലിഫ്റ്റ് പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഒരു സപ്പോർട്ടും ഇല്ലാതെ ഒരു ആർച്ചും അതിൻ്റെ അകത്ത് ഇത്രയ്ക്കും ടെക്നോളജിയും അവർ എങ്ങനെ പണിതു എന്ന് നമ്മൾ വിചാരിക്കുമ്പം വല്ലാത്ത അത്ഭുതം തോന്നി. ഇങ്ങനെ ലിഫ്റ്റ് മുകളിൽ കയറും തോറും നമുക്ക് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ പുറത്തിരുന്ന് ഈ ആർച്ച് കാണുമ്പം ഇത്രയ്ക്കും സാധനങ്ങൾ ഇതിൽ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ഫിനിഷിംഗ് ആയിട്ടാണ് ആ ആർച്ച് ഉള്ളത്. സാധാ ലിഫ്റ്റ് പോലല്ലാതെ ഇത് പതുക്കെ സ്ലോ ആയിട്ടാണ് അത് നീങ്ങി തുടങ്ങിയത്. പക്ഷേ നമ്മൾ ഈ ഗ്ലാസ് ഡോസിൻ്റെ കൂടി കാണുമ്പം നമുക്ക് വല്ലാത്ത ഒരു ഭയം തോന്നുന്നുണ്ട്. ഈ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്രഷനിൽ ജയൻറ്റ് വീൽസിലൊക്കെ കയറില്ലേ, അതുപോലത്തെ ഒരു മൂവ്മെൻറ്റ്സാണ്. അങ്ങനെ റൗണ്ടായിട്ടാണ് അത് പോകുന്നത്.
അങ്ങനെ ഞങ്ങൾ ഗേറ്റ്വേ ആർച്ചിൻ്റെ 630 ഫീറ്റ് ഹൈറ്റിലുള്ള ആർച്ചിൻ്റെ ടോപ്പ് ഡെസ്കിൽ എത്തി. ഈ ടോപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസാണ്. അതിൽ നടുക്കായിട്ട് അവർ ഒരു ബാരിയർ ഇങ്ങനെ സ്പ്ലിറ്റർ വച്ചിട്ടുണ്ട്. നമുക്ക് ലെഫ്റ്റ് സൈഡിലിരുന്ന് പോകുന്നവർക്ക് ഇത് കടന്നു പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ റൈറ്റിലിരുന്ന് വരുന്നവർക്കും അത് ക്രോസ് ചെയ്ത് വരാൻ പറ്റില്ല. അങ്ങനെയാണ് അവർ സെപ്പറേറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. ഈ ആർച്ച് ഇങ്ങനെ ഹൈറ്റിൽ നമ്മൾ നിൽക്കുമ്പം നമുക്ക് തോന്നില്ല, പക്ഷേ താഴെ പോയിട്ട് ഓഹോ നമ്മൾ ഇതിൻ്റെ മുകളിലാണല്ലോ പോയതെന്ന് വിചാരിക്കുമ്പം നമുക്ക് വല്ലാത്ത ഒരു പേടി തോന്നുന്നുണ്ട്. ഈ ആർച്ചിൻ്റെ ടോപ്പ് ഡെസ്കിലിരുന്ന് ഈ ജനലിൽ കൂടി നമുക്ക് 2 സൈഡിലുമുള്ള കംപ്ലീറ്റ് ടോപ്പ് വ്യൂവും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ടോപ്പ് വ്യൂവിൽ നിന്നിട്ട് മിസൗറിയുടെ ബ്യൂട്ടിയും മിസിസിപ്പി റിവറിൻ്റെ ബ്യൂട്ടിയും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറിപ്പോയ ലിഫ്റ്റിൻ്റെ മോഡൽ വച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ മോഡൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക.
നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.